നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതി ഇതിനെതിരായിട്ട് നിരവധി കേസുകൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള കേരള സർക്കാരും മുസ്ലിം ലീഗ്, DYFI തുടങ്ങിയ നിരവധി സംഘടനകൾ പൗരത്വ ഭേദഗതി റദ്ദാക്കണമെന്നും അത് സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ന് കോടതി അത് പരിഗണിച്ചു. പക്ഷേ സ്റ്റേ നൽകാൻ കോടതി തയ്യാറായിട്ടില്ല. പകരം വിശദമായ കാര്യങ്ങൾ അറിയിക്കാൻ 3 ആഴ്ച കേന്ദ്ര സർക്കാരിന് സമയവും കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിച്ചാണ് കോടതി സ്റ്റേ ആവശ്യം തള്ളിയത്. വിഷയത്തിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് 3 ആഴ്ച കോടതി അനുവദിക്കുകയും ചെയ്തു. ആരുടെയും പൗരത്വം റദ്ദാക്കപ്പെടുന്നില്ലെന്നും ഹർജികൾ മുൻവിധിയോടെ ആണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. ഹർജികൾ ഏപ്രിൽ 9 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന് സമയം ചോദിക്കാൻ അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. കേസിൽ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാമെന്നും കോടതി വ്യക്തമാക്കി. 4 വർഷത്തിനു ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയതെന്നും CA സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാരിൽ ഒരാളായ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആർക്കെങ്കിലും പൗരത്വം കിട്ടിയാൽ ഹർജികൾ നിലനിൽക്കില്ലെന്നും വാദിച്ചു. കേസ് പരിഗണിക്കവേ ആർക്കെങ്കിലും പൗരത്വം നൽകിയാൽ വീണ്ടും കോടതിയിലെത്തുമെന്ന് ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ പറയുകയും ചെയ്തു കോടതിയിൽ. ഇക്കാലയളവിൽ ആർക്കെങ്കിലും പൗരത്വം നൽകില്ലെന്ന് ഉറപ്പ് കേന്ദ്രം കോടതിയിൽ നൽകിയതുമില്ല. സ്റ്റേ ആവശ്യത്തിൽ വാദം 3 ആഴ്ചകൾക്ക് ശേഷം വിശദമായി നടത്താമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. എന്തായാലും തൽക്കാലം സ്റ്റേ ഇല്ല, 3 ആഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ CA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പോർട്ടൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് ഓൺലൈനായിട്ട് അപേക്ഷകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയും ചെയ്യുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, DYFI, അസം സ്റ്റുഡൻസ് യൂണിയൻ, കേരള സർക്കാർ, ബദറുദ്ദീൻ OIC തുടങ്ങിയവരിടയ്ക്ക് നൽകിയ എല്ലാവരും കൂടെ ചേർന്ന് 237 ഹർജികളാണ് കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇത്രയും കേസുകൾ വരുമ്പോൾ കോടതി ഇത് വലിയ സീരിയസ് ആയി കാണേണ്ടതുണ്ടെന്നും ഈ 237 പേര് ഹർജികൾ കൂടെ നിൽക്കേണ്ടത് ഒരു പ്രത്യേക സമ്മർദ്ദം ചെലുത്തുക സുപ്രീം കോടതിയിൽ എന്നതുമാണ് ഇത്രയധികം ഹർജികൾ അവിടെ എത്താൻ കാരണമെന്നത് ഒരു കാര്യം. കോടതിയുടെ പരിഗണനയ്ക്കെത്തിയ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് എന്നതും പ്രത്യേകതയാണ്. ആസാം, ത്രിപുര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾക്കായി പ്രത്യേക നോഡൽ അഭിഭാഷകരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും ബെഞ്ച് റദ്ദാക്കി. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ 4 ആഴ്ച സമയം കേന്ദ്ര സർക്കാർ തേടിയെങ്കിലും 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടത്. പൗരത്വ ഭേദഗതി നിയമം ഒരാളുടെയും പൗരത്വം എടുത്തു കളയില്ലെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത്ത പറയുകയും ചെയ്തു. കേസിലെ വാദം കേൾക്കാൻ ലീഗ് നേതാക്കളും കോടതിയിൽ എത്തിയിരുന്നു. കോടതിയിൽ നിന്നുണ്ടായ വലിയ ആശ്വാസമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചു. ഇവരെല്ലാം ഇന്ന് കോടതിയിൽ വാദം കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു, മുസ്ലിം ലീഗ് നേതാക്കൾ. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചറിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. സ്റ്റേ കിട്ടിയില്ലല്ലോ എന്നത് ചോദിച്ചപ്പോൾ അല്ല, 3 ആഴ്ച സമയമുണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും 237 പ്രധാന ഹർജികൾ തീർപ്പാക്കാനിരിക്കെ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള സർക്കാർ വിജ്ഞാപനമാണ് ഹർജിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ, ഹാരിസ് ബീരാൻ എന്നിവരാണ് അടിയന്തരവാദം കേൾക്കണമെന്ന് ആവശ്യം കോടതിയിൽ അനുവദിക്കുകയും ചെയ്തു. 2019 നിയമം പാസാക്കിയതെന്നും അന്ന് അത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരുന്നില്ലെന്നും അതുകൊണ്ടാണ് കോടതി സ്റ്റേ നൽകാതിരുന്നതെന്നും സിബൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും അങ്ങനെ ഒരു ന്യായമാണ് ഇപ്പോൾ കപിൽ സിബൽ പറഞ്ഞത്. ഞങ്ങൾ സ്റ്റേക്ക് പോയിട്ട് നടന്നില്ലല്ലോ, അത് നമ്മളുടെ കുറവല്ലേ, അല്ലെങ്കിൽ നമ്മുടെ നാണക്കേടല്ലേ എന്നുള്ള ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കപിൽ സിബൽ ഇത് 4 വർഷം ചട്ടങ്ങൾ ആകാത്തത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് സ്റ്റേ ചെയ്യാൻ കോടതി കഴിയില്ല എന്ന് കോടതിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത്. എന്നാലും അടിയന്തരമായി ഇടക്കാലാപേക്ഷകൾ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തിടുക്കപ്പെട്ടാണ് CA നടപ്പിലാക്കാൻ കേന്ദ്രം നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നൊക്കെ കപിൽ സിബൽ കോടതിയിൽ വാദിക്കുകയുണ്ടായി. പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിനെ ചോദ്യം ചെയ്ത് കേരള മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെയാണ്. എന്തായാലും CA മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നുവെന്നും ഇത്തരത്തിൽ മതപരമായ വേർതിരിവ് കാണിക്കുന്നത് ആർട്ടിക്കിൾ 14 ലംഘനമാണെന്നും ഒക്കെ ഹർജിയിൽ ആരോപിച്ചിരുന്നു.
പക്ഷെ ഒരു കാര്യം ഒന്ന് ആലോചിക്കുക, ഈ CAA എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു പൗരനെയും ബാധിക്കുന്നതല്ല. ഇവിടെ അഭയാർത്ഥികളായി വന്ന് കിടക്കുന്ന കുറെ മനുഷ്യരുണ്ട്, മനുഷ്യജന്മങ്ങളുണ്ട്. അവർക്ക് ഒരു സംരക്ഷണം നൽകുകയാണ് ഭാരതം ചെയ്യുന്നതെന്ന് പറയാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ വല്ലാത്ത ഒരു വശം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്.